കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം ഈ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ദൈവവചന ചിന്തയുമായി ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ, ദൈവം ഇത്രത്തോളം നമ്മുടെ ജീവിതങ്ങളെ കരുതിയ നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിഹരിക്കുവാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളിലൂടെയാണോ നിങ്ങളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പ്രശ്നം മാറിപ്പോകത്തില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്? എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇതിൽ നിന്നല്ല ദൈവം നമുക്ക് പരിഹാരം നൽകുവാൻ തക്കവണ്ണം ശക്തനാണെന്ന് ഇന്ന് ഈ സമയം എത്ര പേർ വിശ്വസിക്കുന്നു? ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അതേ പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ഈ പേടമാനിൻ്റെ കാലെന്ന് പറയുന്നത് അതിന് ഏത് പ്രതിസന്ധികളിലും, അതായത് പർവ്വതങ്ങളിലേക്ക് അതിന് കയറിപ്പോകുവാൻ കഴിവുള്ള ഒരു കാലാണ് ഈ മാനിൻ്റെ കാലെന്നുള്ളത്. എത്ര പാറയിലായിക്കോട്ടെ, അതുപോലെ തന്നെ എത്ര കുന്നിൻ ചരിവുകളായിക്കോട്ടെ, ചെങ്കുത്തായ ചരിവുകളായാൽ കൂടി അവിടെ നടന്നു പോകുവാൻ അല്ലെങ്കിൽ ഓടി കയറുവാൻ തക്കവണ്ണം ശക്തിയുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാലാണ് ഈ മാനിൻ്റെ കാലെന്നുള്ളത്. അപ്പോൾ ഇവിടെ തിരുവചനം പറയുന്നു, യഹോവയായ കർത്താവ് എൻ്റെ ബലമായിരിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ കാലുകളെ മാൻപേടകളുടെ കാല് പോലെ ആക്കുന്നുവെങ്കിൽ ഉന്നതികളിന്മേൽ എന്നെ അവൻ എന്ത് ചെയ്യുന്നു? നടക്കുമാറാകുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ മുന്നിലുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ബലം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ഇവിടെ 1-ാമത്തെ ആ ഭാഗത്ത് കാണുന്നത് പോലെ യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ കർത്താവിൻ്റെ ബലം നമ്മളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അവൻ്റെ ഈ ഒരു ഡുനാമിസ് നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ, അവിടെയൊക്കെയും പ്രിയദൈവമക്കൾ ഒരു മാനിൻ്റെ കാല് പോലെ ആ പ്രശ്നങ്ങളെ നടന്ന് കയറുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ശക്തി തരുമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുടെ നടുവിലായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടുകളുടെ നടുവിലായിക്കോട്ടെ, ദൈവത്തിൻ്റെ ബലം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ശക്തി തരുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ ഒരു മലയോളം അല്ലെങ്കിൽ ഒരു പർവ്വതത്തോളം വലിപ്പമുള്ളതായെന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, ഞാനിപ്പോൾ ഒരു കടബാധ്യതയിലാണ്, എനിക്ക് ആ കടബാധ്യതയെ എങ്ങനെ മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു വിവാഹം നടക്കാത്ത അവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തലമുറകളില്ലാത്ത വിഷമത്തിൽ നിങ്ങൾ ആയിരിക്കുന്നിരിക്കാം. അതുമാത്രമല്ല, ചിലപ്പോൾ നിങ്ങളൊരു വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഒരു പുറത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലി ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊന്നും നടക്കാത്ത, അസാധ്യമെന്നുള്ള ചില അവസ്ഥയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആയിരുന്നിരിക്കാം. ചിലപ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ അകപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഈ സന്ദേശം കേൾക്കുന്നത്. പക്ഷേ ഇവിടെ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ബലം നിങ്ങളുടെ മേൽ വരുന്നുവെങ്കിൽ നിങ്ങൾക്കിതൊക്കെയും അനായാസം നടന്നു കയറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാം, ഇത് ഇത്രയും വലിയൊരു കടം ഞാൻ എങ്ങനെ വീട്ടുമെന്ന് ചിന്തിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഫേവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു കൃപ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം എന്തെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ തുറക്കും. നിങ്ങൾ അറിയാത്ത വഴികളെ തുറന്ന്, അല്ലെങ്കിൽ അറിയാത്ത അവസരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ദൈവം എന്തെന്നറിയാമോ? ഈ കടഭാരത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കടത്തിൽ നിങ്ങൾക്ക് ഒരു മുക്തി നേടുവാൻ ഇടയായിത്തീരും. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അസുഖം ബാധിച്ച് ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രയാസങ്ങൾ മുഴുവനും മാറി നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറും. ഹല്ലേലൂയ! നിങ്ങളുടെ അസുഖങ്ങൾ മുഴുവനും മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കാൻ, എങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് അതിന് വലിയൊരു തുക ആവശ്യമാണെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലി ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ആ പ്രയാസങ്ങൾ മുഴുവനും വളരെ ഈസി
ഈസിയായി തന്നെ അത് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ വിഷയത്തിന് നടുവിൽ ഒരു ഉന്നത വിജയം നേടുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കി തീർക്കുമെന്ന് തിരുവചനം പറയുന്നത്. നമ്മുടെ പറയുന്നത്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നുവെങ്കിൽ എനിക്ക് ഏത് ഉന്നതികളിലും കയറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും തിരുവചനം പറയുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ ബലം നിങ്ങളിലുണ്ടോ? അതോ നിങ്ങൾ ലോകത്തിലാണോ ജീവിക്കുന്നത്? കർത്താവിൻ്റെ ബലം യഥാർത്ഥമായി നിങ്ങളുടെ ജീവിതങ്ങളിലുണ്ടോ? പേരിന് മാത്രം ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? അതോ യഥാർത്ഥമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിലുണ്ടോ? ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈസിയായി പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷേ നിങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ഇല്ല എങ്കിൽ നിങ്ങൾ എത്ര തുഴഞ്ഞാലും അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ആ പ്രശ്നം നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീരത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയാണോ നിങ്ങളിൽ വ്യാപരിക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തി യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചിന്തിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞാട്ടെ. കർത്താവേ, ഏത് ശക്തിയാണ് എന്നെ വ്യാപരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത്? യഥാർത്ഥമായി കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറക്കണമെന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകുവാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിപ്പോകുവാൻ, നിങ്ങളുടെ പർവ്വത തുല്യമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്യന്തമായ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബലം നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം അതൊക്കെയും സാധിക്കുമെന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല. പ്രിയ മക്കളെ, ദൈവസ്ഥലം സമർപ്പിക്കാമോ? ദൈവത്തിൻ്റെ അത്യന്ത ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.